മസ്തിഷ്കം തന്നെയാണ് വരുതിയിലാക്കേണ്ടതും. അപ്പം അതുകൊണ്ട് മസ്തിഷ്കത്തെ നമുക്ക് വരുതിയിലാക്കുക എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. ഈ നമ്മൾ എന്ന് പറയുന്നത് പോലും മസ്തിഷ്കം ഉണ്ടാക്കുന്ന ഫീലിംഗ് ആണ്. കാരണം ന്യൂറോ സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ എന്ന് തോന്നുമെങ്കിലും ന്യൂറോ സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് സെൻസ് ഓഫ് സെൽഫ് ആൻഡ് ഓണർഷിപ്പ്. ഞാൻ എന്ന ഭാവവും എൻ്റേത് എന്ന തിരിച്ചറിവും മസ്തിഷ്കം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അത് ഉണ്ടാക്കി വച്ചിരിക്കുന്നതല്ല, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അത് മസ്തിഷ്കത്തിന് എത്രത്തോളം ക്രിട്ടിക്കലായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മസ്തിഷ്ക പ്രശ്നങ്ങൾ, എന്തെങ്കിലും ട്യൂമറോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സെൻസ് ഓഫ് ഓണർഷിപ്പും സെൽഫും നഷ്ടപ്പെടാം. വളരെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും മസ്തിഷ്കത്തിലെ, പക്ഷേ സീരിയസ് കോൺസിക്വൻസസ് ആയിരിക്കും. ചില ആളുകൾക്ക് അവരുടെ കൈയുടെ ഓണർഷിപ്പ് നഷ്ടപ്പെടും. അവർ നോക്കും, ഇതൊക്കെ റിയൽ കേസസ് ആണ്. ഒരു ന്യൂറോ സയൻസിനടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ്, ഒരു സ്ത്രീ അവർ ഡോക്ടറുടെ അടുത്ത് വരുന്നു. അവർ പറയുന്നു അവരെവിടെ പോയാലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് അവരുടെ കൂടെ ഉണ്ട്, അത് ഒഴിവാക്കണം. പരിശോധിച്ച് വന്നപ്പോൾ അവരുടെ ഇടത്തെ കൈയാണ് ഈ ഫോറിൻ ഒബ്ജക്റ്റ്. അവർക്ക് ഈ കൈ അവരുടേതാണ് എന്ന തോന്നലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന 2 അവയവങ്ങളാണ് നമ്മുടെ കൈകൾ. ഇത് വലിയ ബാധ്യതയാണ് നമുക്ക്. അത് നമ്മുടെ കൈയായത് നമ്മൾ ക്ഷമിക്കുന്നതാണ്. പക്ഷേ ഈ കൈ നമ്മുടേതാണെന്ന തോന്നൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ, സെൻസ് ഓഫ് ഓണർഷിപ്പ് നഷ്ടപ്പെട്ടാൽ ഇതൊരു വലിയ ശല്യമായിരിക്കും. അത്ര ബുദ്ധിമുട്ടിട്ടാണ് ആ ലേഡി ഡോക്ടറെ കാണാൻ വരുന്നത്. അതിൻ്റെ കാരണം അവരുടെ മസ്തിഷ്കത്തിലുണ്ടായ ഒരു ചെറിയ ലെഷനാണ്. അവരുടെ മസ്തിഷ്കത്തിൻ്റെ ഈ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് ഒരു ചെറിയ വളർച്ച ഉണ്ടായിരുന്നു. അത് കാരണം ആ കേടുപാടുകളാണ് ഇവരുടെ ഓണർഷിപ്പ്. ചില ആൾക്കാർ പറയും ഞാൻ ജീവിച്ചിരിപ്പില്ല. അത് കോട്ടാർഡ്സ് സിൻഡ്രം എന്നാണ് എന്നെ വിളിക്കുന്നത്. യു ഫീൽ ദാറ്റ് യു ആർ ഡെഡ്. നിങ്ങളിനി എന്ത് പറഞ്ഞാലും അയാളെ മറിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അയാൾ പറയും ഞാൻ മരിച്ചു. നിങ്ങൾ ആഹാരം കഴിക്കുന്നു, എനിക്ക് ആഹാരം കഴിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ മരിച്ചല്ലോ എന്ന് പറയും. പക്ഷെ നോക്കുമ്പോൾ മസ്തിഷ്കത്തിലെ ചെറിയ ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടേത് എന്നൊക്കെ പറയുന്നത് മസ്തിഷ്കം സദാ ഉണ്ടാക്കി നിർത്തുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് നഷ്ടപ്പെടാം. നിങ്ങളുടെ സെൻസറി ഇൻപുട്ട് ഓവർലോഡായ മസ്തിഷ്കം ചിലപ്പോൾ നിന്നു. ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഈ ആൾക്കാർ, ഏറ്റവും നല്ല ഉദാഹരണം ഈ കവികൾ എഴുതത്തില്ലേ, ഞാൻ നിന്നിൽ അലിഞ്ഞില്ലാതായി, കവിത. എന്താ സംഭവം? അതായത് ഈ റൊമാൻറ്റിക്കലി ഹൈ ഹോർമോൺ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം ഞാനും മറ്റേ ആളും എന്നുള്ള വ്യത്യാസമൊക്കെ നഷ്ടപ്പെട്ടു. ഈ ഭയങ്കര എക്സ്ട്രീം സ്പോർട്ടിന് പോകുന്ന ആൾക്കാർ, റോക്ക് ക്ലൈംബിങ്ങിന് പോകുന്ന ആൾക്കാർ, സ്കൈ ഡൈവിങ്ങിന് പോകുന്ന ആൾക്കാർ, കുറേ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും ഈ ഇൻപുട്ട് ഇല്ലാതെ ഞാനില്ല, ഞാനും പുറം ലോകം തമ്മിലുള്ള കണക്ഷൻ അല്ല, ഈ ബൗണ്ടറി ഇല്ലാതാവും. ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാവും. അങ്ങനെയാണ് ഈ സ്പിരിച്വൽ ബ്ലിസ്സൊക്കെ വരുന്നത്. ആഹാ ആനന്ദം, പരമാനന്ദം എന്നൊക്കെ പറയും. ഇത് ഇമോഷണലി മ്യൂസിക്കിന് പറ്റും. ഇതൊക്കെ ആ ഒരു ഹൈ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ സംഭവിക്കും. ഇതെല്ലാം മസ്തിഷ്കത്തിൽ വരുന്ന ചെറിയ 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 ടെമ്പററി വ്യത്യാസങ്ങൾ കൊണ്ട് സാധ്യമാണ്. അപ്പോൾ മസ്തിഷ്കത്തെ നമുക്ക് വരുതിയിലാക്കാൻ പറ്റില്ല. മസ്തിഷ്കം തന്നെയാണ് നമ്മൾ. ഇതൊരു രോഗാവസ്ഥയാണെങ്കിൽ ഉണ്ട്. അത് അസുഖം തന്നെ ആകണമെന്നില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മുടേതല്ലാത്ത. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ എക്സ്പീരിമെൻറ്റ്സ് കിട്ടും. ഇപ്പോൾ നമ്മൾ 2 കൈ മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു കൈ മറച്ചു വെക്കുന്നു. എൻ്റെ കൈ, വലത്തെ കൈ എനിക്ക് കണ്ടുകൂടാ, ഇവിടെ ഒരു ബോർഡാണ്. പകരം ഇവിടെ എൻ്റെ ഷർട്ടിൻ്റെ കൈയുടെ തുടർച്ചയായിട്ട് ഒരു പ്ലാസ്റ്റിക് റബ്ബർ കൈ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണുന്നത് റബ്ബർ കൈയും എൻ്റെ ഇടത്തെ കൈയാണ്. എൻ്റെ വലത്തെ കൈ എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്ടിരിക്കുന്നു. ഒരു എക്സ്പെരിമെൻ്റർ വന്നിട്ട് ഈ റബ്ബർ കൈയിലും എൻ്റെ വലത്തെ കൈയിലും ഒരേ സമയം ബ്രഷ് വെച്ച് ഇങ്ങനെ ഉരസും. അപ്പോൾ എൻ്റെ കാഴ്ചയിൽ ബ്രഷ് വെച്ച് ഉരസുന്ന കാണാം, പക്ഷെ കാണുന്നത് റബ്ബർ കൈയിൽ ഉരസുന്നതാണ്. പക്ഷെ ഉരസുന്നതിൻ്റെ സിഗ്നൽ എൻ്റെ ബ്രെയിനിൽ എത്തുന്നുണ്ട്. അതെൻ്റെ കാണാൻ പറ്റാത്ത കയ്യിൽ നിന്നാണ് പോകുന്നത്. ഇത് കുറച്ച് നേരം ഉരച്ചതിന് ശേഷം ഒരു ഹാമർ എടുത്ത് ഈ റബ്ബർ കൈയിൽ ഒറ്റ അടി അടിച്ചാൽ ഞാൻ അപ്പോഴേ വേദന കൊണ്ട് പിടയും. റബ്ബർ കൈയാണെന്ന് ഞാൻ മറന്നുപോകും. ഇത് നമുക്ക് ചെയ്ത് ബോധ്യപ്പെടാവുന്നൊരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങളുടെ സെൻസ് ഓഫ് ഓണർഷിപ്പൊക്കെ അപ്പോഴേ മറിയും. ഇത് ഒരുപാട് അധ്വാനമൊന്നും വേണ്ട, പെട്ടെന്ന്. അത്ര ഫ്ലിംസിയാണ് ഈ ഐഡിയ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഒരുപാട് കത്തിക്കുത്ത് നടത്തുന്ന ആൾ നിലവിളിച്ചിട്ടുണ്ട്. അത് അയാളുടെ തന്നെ വീഡിയോ ബാക്കിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് തോന്നി ഞാൻ അതാണ്. ഇതല്ല, അയാളെ തന്നെ കാണുകയാണ്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. മാജിക് ഷോയിലൊക്കെ പലയിടത്തും
ഇത് തന്ത്രപരമായിട്ട് മജീഷ്യൻസ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇത് അസുഖാവസ്ഥ ചിലത് ചികിത്സിക്കും. ഇപ്പോൾ ചെറിയ ട്യൂമറൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്ന ആൾക്കാരുണ്ട്. ട്യൂമർ മാറുമ്പോൾ അത് ശരിയാവും. പക്ഷെ ചിലപ്പോൾ അത് ഒരു സ്ട്രോക്ക് കാരണം വന്നതാവാം, സെറിബ്രൽ ഹെമറേജോ. അപ്പോൾ ആ ഭാഗത്തെ പാർട്സ് ചിലപ്പം ഡാമേജ് ആയിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു പരിധിക്ക് അപ്പുറം റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകാം, പക്ഷെ ചിലപ്പോൾ അത് പെർമനൻ്റ്ലി പ്രശ്നമായിരിക്കും. ഇപ്പോൾ ഒലിവർ സാക്സ് എന്ന് പറയുന്നൊരു ന്യൂറോ സയൻറ്റിസ്റ്റിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ മാൻ ഹു മിസ്റ്റൂക്ക് ഹിസ് വൈഫ് ഫോർ എ ഹാറ്റ്. അത് പുള്ളിയുടെ കേസ് സ്റ്റഡീസാണ്. പുള്ളിക്ക് കിട്ടിയ ഒരു കേസിൻ്റെ പേരാണ് പുള്ളി ഈ ബുക്കിൻ്റെ ടൈറ്റായിട്ട് കൊടുത്തത്. അതായത് അയാൾക്ക് അയാളുടെ ഭാര്യയെ കാണുമ്പോൾ അയാളുടെ തൊപ്പിയാണെന്നാണ് തോന്നുന്നത്. അയാളതെടുത്ത് തലേ വയ്ക്കാൻ നോക്കുന്നു. നമുക്ക് അതെങ്ങനെ സംഭവിക്കും? പക്ഷെ അത് വളരെ ചെറിയ അയാളുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നത്. ചില ആളുകൾക്ക് ഇങ്ങനെ മുഖം മനസ്സിലാവില്ല ആളുകളുടെ. അതൊരു ഞാൻ മറന്നു, ഒരു പെയിൻറ്ററുണ്ട്, ഒരു ഫേമസ് ആയിട്ടൊരു പെയിൻറ്ററുണ്ട്. അദ്ദേഹം ആളുകളുടെ മുഖം വളരെ ഭംഗിയായിട്ട് വരയ്ക്കുന്ന ആളാണ്. പക്ഷെ പുള്ളിക്ക് ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കത് ഫേസ് ആണെന്ന് മനസ്സിലാവില്ല. ചില ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസ്, അതായത് ഇമ്പോസ്റ്റർ സിൻഡ്രം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയെപ്പോലെ ഒരു സ്ത്രീ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്, അമ്മയാണെന്ന് മനസ്സിലാവില്ല. കാരണം അമ്മയുമായിട്ടുള്ള ഒരാളിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അയാളോട് ബന്ധപ്പെട്ട ഇമോഷൻസും കൂടെ ചേർത്താണ് നമ്മൾ ഓർക്കുന്നത്. ആ ഇമോഷൻ പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയെപ്പോലെ ഇരിക്കുന്ന വേറൊരു മനുഷ്യനാണെന്ന് തോന്നും. അപ്പോൾ എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എക്സാക്ട്ലി നിങ്ങളെ പ്രിയപ്പെട്ട ഒരാളെപ്പോലെ ഇരിക്കുന്ന മറ്റൊരാൾ, എക്സാക്ട്ലി ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങളുടെ മുമ്പിൽ കണ്ടാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു, ഡിസ്കംഫർട്ടാണ് തോന്നുന്നത്. എക്സാക്ട്ലി ആ ആൾ ആ പോലെ ഇരിക്കുന്നു, പക്ഷെ ആ ആളല്ല. അത് നമുക്ക് വലിയ ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. അപ്പോൾ ആ ആളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വന്നാൽ എക്സാക്ട്ലി ഈ ഡിസ്കംഫർട്ടിനുണ്ടാകും. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് ചിലവഴിക്കാൻ പറ്റത്തില്ല. അവരെല്ലാം വേറെ ആരോ ഇമ്പോസ്റ്റർമാരാണ്, വേഷപ്രച്ഛന്നരായി ആൾമാറാട്ടം നടത്തുന്ന ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. നമുക്ക് ചുറ്റും 5 പേര് ആൾമാറാട്ടം നടത്തുകയാണ് വീട്ടിൽ. ഇങ്ങനെ ഇരിക്കും. ചെറിയ പ്രശ്നമാണ്, പക്ഷേ ഇറ്റ് ഇസ് വെരി സീരിയസ് കോൺസിക്വൻസസ്. മസ്തിഷ്കം വളരെ കോംപ്ലക്സ് ബിസിനസ്. ഇനി ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കണ്ടാൽ ഇതാണ് പ്രശ്നം എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് എപ്പോഴും പറയും, മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബി അവെയർ ദാറ്റ് ദർ ഈസ് ആൻ ഹെൽത്ത് ഇഷ്യൂ. നമ്മുടെ ആളാണില്ല, നമ്മൾ പറയുന്നത് സ്വഭാവം നല്ല 2 അടി കൊടുക്കുമ്പോൾ ശരിയാവിടെ എന്ത് ഡിപ്രഷൻ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ സൊസൈറ്റി എന്ന നിലയിൽ അറിഞ്ഞിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ്. ഒന്ന്, നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ടാണ് ബാക്കി ഡേറ്റ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾ ഉറപ്പിക്കും ഇത് പോസിറ്റീവ് കാര്യമാണല്ലോ, അപ്പോൾ ഇതിന് പോസിറ്റീവായിട്ടുള്ള ന്യായങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണെന്നും അവിടെ ഇമ്മൻസ് എനർജി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും. ഇമ്മൻസ് എനർജി പുറത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ബോംബ്. ബോംബ് ഈസ് ബേസിക്കലി എ സോഴ്സ് ഓഫ് എനർജി. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ദാഹിച്ചിരിക്കുമ്പം 5000 ലിറ്ററിൻ്റെ ടാങ്ക് എടുത്ത് കമിഴ്ത്തുന്ന പോലെ ഇരിക്കും. ദാഹം മാറാൻ അത് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ട്, എന്നാൽ പിന്നെ ഇവിടെ ഒരു ആറ്റം ബോംബ് അങ്ങ് പൊട്ടിക്കാം, ഇഷ്ടംപോലെ ഊർജ്ജമുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഹൈലി അഡ്മിറേഷൻ തോന്നുന്ന ഒരാൾ നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും അവരെ തൊടാൻ ശ്രമിക്കുകയും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മൈക്കിൾ ജാക്സൻ്റെയൊക്കെ ചില പെർഫോമൻസുകൾ നടക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ, എൻ്റെ ഓർമ്മ വെന്യൂ എവിടെയാണെന്ന് ഓർമ്മയില്ല, മൈക്കിൾ ജാക്സൺ ഒരു വെന്യൂവിൽ പെർഫോം ചെയ്യാൻ വന്നിട്ട് 2 മിനിറ്റ് അയാൾ സ്റ്റേജിൽ വെറുതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അയാൾ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പുള്ളി 2 മിനിറ്റ് ഇങ്ങനെ നിൽക്കും. ആ 2 മിനിറ്റിൽ 10-30 പേരോടെ ബോധം കെട്ട് വീഴും. അതായത് ദേ കനോട്ട് പ്രോസസ് ദിസ്. ഈ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ആ ആളിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ വികാരം ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കൊളാപ്സ് ആവുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ഇന്ത്യൻ പ്രസിഡന്റിനോടൊപ്പം ഒരു അതായത് ചായ കുടിക്കാൻ അവസരം കിട്ടി, വളരെ കൂളായിരിക്കുമോ? ഹലോ ദ്രൗപതി മേഡം, എന്തുണ്ട് വിശേഷം? ചെന്ന് കൈ കൊടുക്കും. ഇല്ല, നമ്മൾ പ്രസിഡന്റ്. ഇത് ഒരുപാട് ഒരു പങ്കുവെക്കുന്നത്, അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളിനടുത്തേക്ക് തിരിച്ചത് സംഭവിക്കില്ല. കാരണം നമ്മളുടെ മനസ്സിൽ നമുക്കുണ്ട്, അപ്പോൾ അവരുടെ സ്ഥാനം കൊണ്ടോ അവർ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തി, അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആളുകളോ നമ്മളെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ആൾക്കാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കരുതുന്നത് നമ്മുടെ ലോകത്ത് നിന്ന് ഡിഫറൻ്റ് ആയിട്ടൊരു ലോകത്ത് ജീവിക്കുന്ന ആളായിട്ടാണ്. നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന ചായക്കടയിൽ മോഹൻലാൽ ഒന്ന് ചായ കുടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല. നമ്മുടെ ലോകമല്ല, അവർ വേറെ ലോകത്തുള്ള ആൾ.
വല്ലപ്പോഴും യാദൃശ്ചികമായിട്ട് നമ്മുടെ ലോകത്തേക്ക് അവർ വന്നാൽ നമ്മളത് എങ്ങനെ ഇമോഷണലി പ്രോസസ്സ് ചെയ്യും? നമ്മളും കൂടെ അവരുടെ ലോകത്തുള്ള ആളാണെന്ന് തോന്നിക്കാൻ വേണ്ടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. വി ഫീൽ ദാറ്റ്. അപ്പം പല രീതി, അതായത് ഈ ഫാൻ ഫീലിംഗ് അല്ലെങ്കിൽ ഹീറോ വർഷിപ്പ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഫിസിക്സ് അല്ല സൈക്കോളജിയിൽ ഇതൊക്കെ ഉണ്ട്. ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അവരുടെ ആരാധനാ പാത്രങ്ങളായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ പല രീതിയിൽ, ചില ആൾക്കാർ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് ഈ സ്റ്റക്കാകുക എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി മെക്കാനിസമാണ്. നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ ഫ്രീസായി പോകും. ചില ആൾക്കാർ വിറയ്ക്കാൻ തുടങ്ങും, അവരവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. പല രീതിയിൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ ചെയ്യും. 4 Fകളാണ് പറയാറ്: ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്രീസ്, ഫോൺ. ഒന്നും കാലിൽ വീഴുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുക. ഇത് നമ്മുടെ ഒരു എമർജൻസി മെക്കാനിസം. അപ്പം നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ അത്രയും ഹൈ വാല്യൂ വെക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ദർ ഈസ് ലോട്ട് ഓഫ് ഇമോഷൻസ്. അപ്പോൾ ചില ആളുകൾ പക്ഷേ ഇത്രയും നമ്മളെ ഓവർവെൽം ചെയ്തില്ലെങ്കിൽ വി ഫീൽ വെരി ഗുഡ്. നമ്മൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നതിന് കാരണം നമ്മൾ ആ എൻജോയ്മെൻ്റ് ആണ് ആ മൊമെൻറ്റിൻ്റെ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ കുറേ ആൾക്കാരെ കാണുമ്പോൾ ഈ എല്ലാ ഓറയും അടുത്തറിയുമ്പം പോകും. അപ്പോൾ നമ്മൾ കരുതുകയാണ് അത് വിഗ്രഹമാണ്, അതിലെന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി പോലെ അല്ല, അതൊരു നല്ല ഭംഗിയുള്ള ശില്പമാണ് എന്ന് കണ്ട് ആ ശില്പിയുടെ ക്രാഫ്റ്റ് എൻജോയ് ചെയ്യുകയാണ്. ഇനി ചില ആളുകൾക്ക് അത് പറ്റണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മൈക്കൽ ആഞ്ചലോയുടെ ഒരു പ്രതിമ കണ്ടാൽ നമുക്ക് പരിചയമുള്ള എല്ലാവരും ഒരുപോലെയാണോ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പിയേത്ത എന്നിട്ട് മറ്റേ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ മടിയിൽ കിടത്തിക്കുന്നത്, അതായത് മുതിർന്ന യേശു ക്രിസ്തുവിനെ ചെറുപ്പക്കാരിയായ മറിയാണ് മടിയിൽ കിടത്തിയേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിമ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ചോദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത്രയും കൊത്തി വന്നിട്ട് മറിയയുടെ മുഖം കൊത്തുമ്പോഴങ്ങനെ ആ മൂക്കം കടന്നു പോയിരുന്നെങ്കിലോ? ഞാനത് ആലോചിച്ചു, ശരിയാണ്, ചെറിയ ബിസിനസ് അല്ല. കാരണം മാർബിളാണ്, തിരിച്ചൊന്നും ചെയ്യാൻ പറ്റൂല, അത്രയും കൊത്തിയത് വേസ്റ്റ്. വിടണോ? അത് വേസ്റ്റ് കുറച്ച് ചെയ്യുന്നവരാണ് പേരെടുക്കുന്നത്. കൊത്തുന്നതിൻ്റെ ഭൂരിഭാഗം വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ അറിയില്ല. പൊതുവെ ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ച് പറയുമല്ലോ, നമ്മൾ അവരുടെ ക്യാമറ എടുത്ത് നോക്കിയിട്ട് അവരുടെ ഫയൽ നെയിമിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാൻ പറയും. ഫയൽ നെയിം കണ്ടിന്യൂസ് ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന ആളാണ്. ഒരുപാട് ഫോട്ടോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ, ശരിയാവുന്ന നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എത്രത്തോളം പോകുന്നു ഞാൻ വടവർ ഇറ്റ് ഈസ്. ഈ ഒരുപോലല്ല നമ്മൾ കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആർട്ട് വർക്ക്, ഒരു പെയിൻറ് വർക്ക് ചില ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കും. വേറൊരാൾ മറ്റേ പ്രാഞ്ചിയേട്ടൻ സിനിമയെ കാണിക്കുന്നില്ല, ഇതിനൊക്കെ ഭയങ്കര അർത്ഥമാത്രം, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അവർ ഫ്രണ്ടിൽ കൂടെ നോക്കി നല്ല സീനറി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. അത് ഓരോരുത്തരും ഓരോ എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പോഷറാണ്. നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ മുൻധാരണം. ഇത് ചില ആൾക്കാർ എന്നിട്ട് ഇതിങ്ങനെ മുഴുവൻ നോക്കിയെന്ന് വെച്ചു, അതിൻ്റെ ആ ലെയർ നോക്കൂ, അത് ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ ആ സ്ട്രോക്കിൻ്റെ സൈസ് നോക്കൂ, അതിൻ്റെ ഡയറക്ഷൻ നോക്കൂ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടല്ലേ. അപ്പോൾ നമ്മളെന്ത് വി ആർ ഓപ്പൺ ടു ലേണിങ്. ചില ആൾക്കാർ അങ്ങനെ അറിയില്ല, അവർക്ക് അറിഞ്ഞുകൂടാ ഇതെന്താണ്. ഇപ്പോൾ ഞാൻ മിക്കവാറും ഇന്ത്യയിലെ വലിയ ക്ഷേത്രങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. എനിക്കിത് കാണാനുള്ള കൗതുകത്തിനാണ് പോകുന്നത്. പക്ഷേ എൻ്റെ പ്രശ്നം അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ കാണാൻ സമ്മതിക്കില്ല, അവരെല്ലാം ഇങ്ങനെ നിൽക്കും അവിടെ. കാരണം അതിനെ കാണുന്നത് ആ ക്രാഫ്റ്റിൻ്റെ രൂപത്തിലല്ല, വേറെ ചില കാര്യങ്ങൾ അതുമായിട്ട് ലോഡ് ചെയ്തിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇത് സയൻസിൽ പോലും ഉണ്ട് കേട്ടോ. ചില കല്ലാണ്, കൊത്തി ഉണ്ടാക്കിയതാണ്, പക്ഷെ ആ കല്ലിൽ എന്തൊക്കെ മിനറൽസ് ഉണ്ട് ഇതിൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, അത് ആർക്കും തെളിയിക്കാൻ പറ്റുന്നതാണ്. അത് പിന്നെ ഇപ്പോൾ സാളഗ്രാമത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് വേറൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ ദിനോസറിൻ്റെ മുട്ട എൻ്റെ ഓർമ്മ മധ്യപ്രദേശിലോ അവിടെ എവിടെ എടുത്ത് ആൾക്കാർ ആരാധിക്കുന്നുണ്ട്. അത് മുട്ട എന്നവർക്ക് അറിയത്തില്ല, എൻ്റെ ഫോസിലാണ്. പക്ഷേ ഒരു ആർക്കിയോളജിസ്റ്റിനോ പാലിയോntologistനോ അതിൻ്റെ വാല്യൂ വേറെയാണ്. ഇവിടെ പല സ്ഥലങ്ങളും അങ്ങനെ സംബന്ധിച്ചിട്ടുണ്ട്. പുരാവസ്തു മൂല്യം അറിയാതെ ആൾക്കാർ അത് വെറുതെ വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, പല സ്ഥലങ്ങളിലും ഈ വാർ അഫക്റ്റഡ് ഏരിയയിൽ കുട്ടികൾ ചിലപ്പം മൈൻ എടുത്തിട്ട് കളിപ്പാട്ടാണെന്ന് എഴുതി വെച്ച് കളിക്കും. ഒന്നാലോചിച്ച് നോക്കിയേ, മൈനാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എടുക്കും. അത് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി നമ്മളുടെ അതിനെക്കുറിച്ചിട്ടുള്ള അറിവിനനുസരിച്ചിട്ട് മാറും എന്നേ ഉള്ളൂ. എല്ലാം ഒരേ കാര്യം തന്നെ പല എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ.